ഡൽഹിയിലെ മെട്രോ സ്റ്റേഷന് സമീപമുണ്ടായിട്ടുള്ള സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷയൊക്കെ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ, പാകിസ്ഥാനിലാണ്. കാരണം പാകിസ്ഥാൻ എപ്പോൾ വേണമെങ്കിലും തിരിച്ചടി ഉണ്ടാകുമെന്ന് ഭയക്കുന്നുണ്ട്. ഇന്ത്യയുടെ തിരിച്ചടി ഭയന്നുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാന്റെ നീക്കങ്ങൾ എന്ന് പറയപ്പെടുന്നത്. എല്ലാ താവളങ്ങളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. സൈനിക വിമാനങ്ങൾ അടക്കം സജ്ജമാക്കി നിർത്തിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോഴത്തെ മണിക്കൂറുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പ്രതികാര നടപടികളോ അതിർത്തിയിൽ കൂടുതൽ സംഘർഷങ്ങൾക്കോ സാധ്യതയുണ്ട് എന്നുള്ള ഇന്റലിജൻസ് മുന്നറിയിപ്പുകൾ വന്നപ്പോൾ തന്നെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പാകിസ്ഥാന്റെ വിവിധ സ്ഥലങ്ങളിൽ വ്യോമതാവളങ്ങളിലടക്കം അത്തരത്തിൽ വലിയ സുരക്ഷാ ഏർപ്പാടുകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു. എല്ലാ എയർബേസുകളിലും എയർഫീൽഡുകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. മാത്രമല്ല, പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മറുപടിയായിട്ട് ഇന്ത്യ നടത്തിയ കനത്ത തിരിച്ചടിയായിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഓർമ്മ, അത് സത്യത്തിൽ പാകിസ്ഥാനെ ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മിനിറ്റുകൾക്കുള്ളിൽ തിരിച്ചടി കിട്ടുമെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം പാകിസ്ഥാന്. കാരണം അത് പഹൽഗാമിൽ കണ്ടതാണ്. പഹൽഗാമിന്റെ ആ നാളുകൾ ഇന്ത്യ മറന്നിട്ടില്ല. ഇന്ത്യയുടെ തിരിച്ചടി എന്ന് പറയപ്പെടുന്നത് മിനിറ്റുകൾക്കുള്ളിൽ തിരിച്ചടിക്കാൻ കഴിവുള്ള കെൽപ്പുള്ള കരുത്തുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് തെളിയിച്ചിട്ടുണ്ട് പലവട്ടം. അത് പാകിസ്ഥാനും മനസ്സിലായതാണ്. പക്ഷെ ഓപ്പറേഷൻ സിന്ദൂർ പോലൊരു പദ്ധതി വളരെ പെട്ടെന്ന്, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള തിരിച്ചടി എന്ന് പറയപ്പെടുന്ന തകർത്ത് കളഞ്ഞു. അവരുടെ പല മിലിറ്ററി ട്രംപുകളടക്കം അത്തരത്തിലുള്ള മിലിറ്ററി ട്രെൻഡുകളടക്കം തല്ലി തകർക്കുന്ന തരത്തിലുള്ള ഓപ്പറേഷൻസ് നടത്തുവാൻ ഇന്ത്യക്കായി എന്നുള്ള പ്രത്യേകത കൂടി അതിനകത്തുണ്ട്.